വിഷയമാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം നമുക്കൊക്കെ അറിയാം, ചര്യ എന്നാണ് അതിന്റെ അർത്ഥം. ചര്യ നമ്മൾ സാധാരണ സുന്നത്ത് കല്യാണം എന്ന് പറയാറുണ്ട്. സുന്നത്ത് കല്യാണം അത് വാസ്തവത്തിൽ അത് നിർബന്ധമാണ്. നമ്മൾ മാർക്കം ചെയ്യുന്നതിന് സുന്നത്ത് കല്യാണം എന്ന് നമ്മൾ പറയാറുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പ്രയോഗമുണ്ട്. ജില്ലയിലെ നാട്ടിലൊക്കെ ഉണ്ടോ എന്നറിയില്ല, പല ഏരിയകളിലും ഉണ്ട്. അത് യഥാർത്ഥത്തിൽ നിർബന്ധമാണ്. പക്ഷെ അതിന് നമ്മൾ സുന്നത്ത് കല്യാണം എന്തുകൊണ്ടാണ് പറയുന്നത്? അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സുന്നത്ത് എന്ന നിലക്കാണ്, അതിന് ചര്യ എന്ന നിലക്ക്, ആ അർത്ഥത്തിനാണ് അവിടെ സുന്നത്ത് എന്ന് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, സുന്നത്ത് എന്ന് പറയുന്നതിന്റെ ഭാഷ ചര്യ, നടപടി എന്നൊക്കെയാണ്, മാർഗം, വഴി എന്നൊക്കെയാണ് അതിന്റെ ഭാഷാർത്ഥം. എന്നാൽ ശർഈയായി സാങ്കേതികമായ നമ്മുടെ പ്രയോഗത്തിൽ നിരവധി അർത്ഥങ്ങൾക്ക് സുന്നത്ത് എന്നത് പ്രയോഗിക്കും. നമുക്കറിയാം ഫർള് സുന്നത്ത്, അവിടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കറിയാം. ആ സുന്നത്തിന്റെ അർത്ഥം മാ യുസാബു ഫായിലുഹു വലാ യുആഖബു താരിഖുഹു, അല്ലെങ്കിൽ മാ യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തർക്കിഹി. ചെയ്താൽ കൂലി കിട്ടും, എന്നാൽ ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ല. അതിനാണ് നമ്മൾ ഫർള് സുന്നത്ത് എന്ന് പറയുന്ന അവിടെ സുന്നത്ത് എന്ന് നമ്മൾ പ്രയോഗിക്കുന്നത്. എന്നാൽ ഖുർആനും സുന്നത്തും എന്ന് നമ്മൾ പറയാറുണ്ട്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം, ആ അർത്ഥത്തിലുള്ള സുന്നത്താണ്. എന്നാൽ സുന്നത്ത്, ബിദ്അത്ത്, ഇവൻ നമ്മൾ കുറെ അർത്ഥം പറഞ്ഞു. ഇപ്പൊ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് ചര്യ എന്ന അർത്ഥത്തിന് സുന്നത്ത് ഉപയോഗിക്കാറുണ്ട്, ഭാഷാർത്ഥം. അതുപോലെ സുന്നത്ത് ഫർള് എന്ന ആ നിലക്കുള്ള ഒരു സുന്നത്ത് എന്ന പ്രയോഗമുണ്ട്. ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെയും ഒരു പ്രയോഗമുണ്ട്. എന്നാൽ അതൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ബിദ്അത്ത് സുന്നത്ത് എന്ന് പറയുന്ന സ്ഥലത്തുള്ള പ്രയോഗം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബിദ്അത്ത് സുന്നത്ത് എന്ന് പറയുന്നത് ബിദ്അത്തിന്റെ അർത്ഥം വിശദീകരിച്ചല്ലോ. ഖുർആന്, ഹദീസ്, ഇജ്മാ, ഖിയാസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമായ ആശയത്തിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇവിടെ നേരെ അതിന്റെ മറുവശം ഖുർആനിനോടോ ഹദീസിനോടോ ഇജ്മാഇനോടോ ഖിയാസിനോടോ യോജിക്കുന്ന ആശയത്തിനാണ് സുന്നത്ത് എന്ന് ഇവിടെ പറയുന്നത്. അപ്പോ സുന്നത്ത്, ബിദ്അത്ത് എന്ന പ്രയോഗത്തിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് ഇവകൾ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രമാണത്തോട് യോജിക്കുന്ന ആദർശം, യോജിക്കുന്ന ആചാരം, ഇതിനാണ് സുന്നത്ത് എന്ന് അവിടെ നമ്മളുടെ ഈ സുന്നത്ത് ബിദ്അത്ത് എന്ന ചർച്ചയിൽ സുന്നത്തിന് പറയുന്നത്. ഇത് എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്, ആർക്കും ഇതിൽ തർക്കമൊന്നുമില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ ഒരു നിർവചനത്തിന്റെ വിഷയത്തിൽ തർക്കം ഇബ്നു തീമിയക്ക് പോലുമില്ല. ഞാനതുകൊണ്ട് ഇബ്നു തീമിയയുടെ മജ്മൂ ഫത്താവയിൽ നിന്നുള്ള ഒരു വാചകം ഞാൻ വായിക്കാം, അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. ജലീൽ ചൊക്കാട് കേൾക്കുന്നില്ലേ? മജ്മൂ ഫത്താവയിൽ ഖാല ഇബ്നു തീമിയ പറയാൻ, മജ്മൂ ഫത്താവ എന്ന് പറയുന്ന ഇബ്നു തീമിയയുടെ ഫത്താവയിൽ പറയുന്നു, അന്ന സുന്നത്ത ഹിയ മാ ഖാമ ദലീലു ശർഇയ്യു അലൈഹി ബിഅന്നഹു തആത്തുൽ ലില്ലാഹി വറസൂലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നു എന്നതുകൊണ്ട് തെളിവ് നിലനിന്ന ഒരു വസ്തു, അതാണ് സുന്നത്ത്. അന്ന സുന്നത്ത ഹിയ മാ ഖാമ ദലീലു ശർഇ, ശർഇയായ തെളിവുള്ള ഒരു കാര്യം. എന്ത് തെളിവുള്ള? അത് അള്ളാഹുവിനെ അനുസരിക്കലാണ് അല്ലെങ്കിൽ റസൂലിനെ അനുസരിക്കലാണ് എന്നതിന് തെളിവുള്ള ഒരു കാര്യം, അതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടി കേട്ടോളൂ. സവാഉൻ ഫഅലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിക്കട്ടെ, ഔ ഫുഇല അലാ സമാനിഹി, അല്ലെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ പ്രവർത്തിക്കട്ടെ, ഔ ലം യഫ്അൽഹു, അല്ലെങ്കിൽ റസൂലുള്ളാഹി അത് പ്രവർത്തിക്കാതിരിക്കട്ടെ, വലം യുഫ്അൽ അലാ സമാനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അത് പ്രവർത്തിക്കപ്പെടാതിരിക്കട്ടെ, എന്നാലൊക്കെ സുന്നത്താകും. റസൂലുള്ളാഹിന്റെ കാലത്ത് പ്രവർത്തിച്ചില്ലെങ്കിലും റസൂലുള്ളാഹി തന്നെ പ്രവർത്തിച്ചില്ലെങ്കിലും അതൊക്കെ ഈ സുന്നത്തിന്റെ പരിധിയിൽ വരും എന്ന് വളരെ വ്യക്തമായി ഇബ്നു തീമിയ പോലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫത്ഹുൽ ബാരിയിലുണ്ട്. അതേപോലെ മഹാന്മാരായ ഒരുപാട് ഇമാമിങ്ങൾ, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനനുൽ കുബ്രയുടെ തുടക്കത്തിൽ പറഞ്ഞ, മാരിഫത്തുൽ ബൈഹഖിയിൽ പറഞ്ഞ
അതിന്റെ തുടക്കത്തിൽ പറഞ്ഞ ആശയത്തിന് വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഈ വിഷയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആകയാൽ സുന്നത്ത് ബിദ്അത്ത് എന്ന നമ്മുടെ പ്രയോഗത്തിലുള്ള ബിദ്അത്തിന്റെ അർത്ഥം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ സംഗതി എന്നാണ്. അവിടെ സുന്നത്തിന്റെ അർത്ഥം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് അനുകൂലമായ വിഷയം എന്നാണ്. അപ്പൊ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് അനുകൂലമാണോ അത് സുന്നത്താണ്, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണോ അത് ബിദ്അത്താണ്. ഇതാണ് അത് സംബന്ധമായി ഏറ്റവും ചുരുങ്ങി ഹ്രസ്വമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ജലീൽ പെട്ടെന്ന് മൈക്കിലേക്ക് വന്നോളൂ, എന്നിട്ട് ജമാൽ കൊടുവള്ളിക്ക് മൈക്ക് കൈമാറേണ്ടതുണ്ട്. അതുപോലെ അൻവർ വാക്കാലൂര് നേരത്തെ ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ചെയ്തിരുന്നു. ചോദ്യം ചോദിക്കാം, പക്ഷേ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം ചോദ്യം എന്ന് മാത്രം ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. മൈക്ക് എടുത്തോളൂ. ജലീൽ മൈക്ക് എടുത്തതിന് ശേഷം നമുക്ക് ജമാലിന് മൈക്ക് കൊടുക്കാം. ഒക്കെ വളരെ വ്യക്തമായിട്ട് ഏതൊരാൾക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു ഹ്രസ്വമായൊരു വിശദീകരണം, അതിന്റെ വിശാലമായ അർത്ഥങ്ങളെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് പ്രേക്ഷകരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി നമ്മളോടൊപ്പം ജമാൽ കൊടുവള്ളി ചേരുകയാണ്. ജമാൽ കൊടുവള്ളി, നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ വിഷയം സുന്നത്തും ബിദ്അത്തും എന്നുള്ളതാണ്. ഇവിടെ വിശദീകരിച്ച വിഷയങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ ഇതിൽപ്പെട്ട ചോദ്യങ്ങളോ ആണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതിന് അപ്പുറത്തുള്ള ഒരു വിഷയം ഇവിടെ ഇപ്പോൾ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് പരിമിതമായ അവസരങ്ങളാണ്. മറ്റു ചോദ്യങ്ങളും വിഷയങ്ങളുമൊക്കെ ഇൻഷാ അല്ലാഹ് ഈ പ്രോഗ്രാമിന് ശേഷം ആദർശ ചർച്ച എന്ന ഒരു പരിപാടി വരാനുണ്ട്. അതിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം. അതിനുവേണ്ടി ജമാൽ കൊടുവള്ളിക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യും. ഇവിടെ താങ്കൾ കുമ്മോളി ഉസ്താദ് വിശദീകരിച്ച സമയത്ത് പറയുകയുണ്ട്, എന്റെ നെറ്റ് അല്പം വീക്കാണ് കേട്ടോ, ഒരു പക്ഷേ എന്റെ ശബ്ദം പൂർണ്ണമായി നിങ്ങൾ കേട്ടുകൊള്ളണമെന്നില്ല, എന്റെ നെറ്റ് വളരെ വീക്കാണ്. താങ്കൾ പറയുകയുണ്ടായി, പറഞ്ഞോളൂ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച ഒരുപാട് കാര്യങ്ങളെ ബിദ്അത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തുകയും എന്നാൽ റസൂലുള്ളാഹി വിരോധിച്ച ഒരുപാട് കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരാണ് മുജാഹിദുകൾ എന്ന് താങ്കൾ ഇവിടെ പറയുകയുണ്ടായി. എനിക്ക് അതിന് ഏതാനും ചില ഉദാഹരണങ്ങൾ താങ്കളൊന്ന് പറയുമോ? അതായത് റസൂലുള്ളാഹി വിരോധിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് മുജാഹിദുകളുടെ പക്ഷത്തു നിന്നുള്ള ഏതാനും ഉദാഹരണങ്ങൾ നിങ്ങളൊന്ന് എണ്ണി പറഞ്ഞാൽ നമ്മൾക്ക് ഓരോരോ വിഷയങ്ങളെ പറ്റി സംസാരിക്കാം. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഓക്കെ, ജമാൽ കൊടുവള്ളി വളരെ നന്ദി ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട്. കാരണം വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദ് നിങ്ങൾക്ക് വിശദീകരണം നൽകുന്നതാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇടപെടാൻ താല്പര്യമുള്ള ശ്രോതാക്കൾക്ക് അവർക്ക് അവസരം നൽകുന്നതാണ്. ജമാൽ കൊടുവള്ളിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നല്ല വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങളിൽ നമ്മുടെ ഉസ്താദ് പ്രതികരിക്കാവുന്നതാണ്. അൽഹംദുലില്ലാഹ്, വളരെ നല്ല ആരോഗ്യകരമായ ഒരു ചോദ്യമാണ് നമ്മുടെ ജമാൽ കൊടുവള്ളി ചോദിച്ചിട്ടുള്ളത്. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ജമാലിന്റെ ചോദ്യം ഇതാണ്: മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ പുത്തൻ പ്രസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിക്കുന്ന നിരവധി കാര്യങ്ങൾ അവഗണിക്കുന്നു അല്ലെങ്കിൽ എതിർക്കുന്നു, അതിനെ ബിദ്അത്തിന്റെ ഗണത്തിൽപ്പെടുത്തിയിട്ട് മാറ്റി നിർത്തുന്നു. അത് നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ട് എന്ന് അദ്ദേഹം അത് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ധ്വനി അതാണ്. അത് നമുക്ക് ഉൾക്കൊള്ളാവുന്നതും മനസ്സിലാക്കാവുന്നതുമാണ്. കാരണം ധാരാളം കാര്യങ്ങൾ അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം അവഗണിച്ചിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട് എന്നത് വേഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേസമയത്ത് അതിന്റെ ഒരു മറുവശം ഞാൻ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ച പല കാര്യങ്ങളും മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിക്കുന്നു, ആദർശപരമായി അംഗീകരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു ഉദാഹരണം അതല്ലേ ജമാൽ? ഒരു എസ് അടിച്ചോളൂ. ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ? അതൊന്ന് തീർച്ചയായും അത് നല്ല ഒരു സംശയമാണ്. അതിന് ഞാൻ വളരെ സിമ്പിൾ ഉദാഹരണം പറയാം. ആർക്കും മനസ്സിലാകുന്ന, ലോകത്താർക്കും മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം ഇപ്പൊ പറയാൻ പോവാൻ. എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു ഉദാഹരണം, ഒറ്റ ഉദാഹരണമേ വേണ്ടതുള്ളൂ. ഒരു ഉദാഹരണം കിട്ടിയാൽ തന്നെ ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അത് മറ്റുള്ളതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, സ്ത്രീകൾക്ക് നിസ്കാരത്തിന് വീടാണ് പുണ്യം. വീടാണ് പുണ്യം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു.
എന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആനും അതിലേക്ക് സൂചിപ്പിക്കുന്ന രൂപത്തിൽ നിരവധി ആയത്തുകൾ ഖുർആനിൽ അല്ലാഹു തആല അവതരിപ്പിച്ചു. എന്ന് മാത്രമല്ല ലോകത്തെ എല്ലാ പണ്ഡിതന്മാരും അത് അംഗീകരിക്കുന്നു. കേരളത്തിലുള്ള ഏതാനും മൗലവിമാർ ഒഴിച്ച് ലോകത്താകമാനമുള്ള എല്ലാ പണ്ഡിതന്മാരും അത് അംഗീകരിക്കുന്നു. ഇന്നും സൗദി അറേബ്യയിലൊക്കെ സ്ത്രീകൾക്ക് വീടാണ് പുണ്യം എന്ന ആശയം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, അവരെഴുതിക്കൊണ്ടിരിക്കുന്നു, അവരവിടെയുള്ള സ്ത്രീകളിലേക്ക് ആ ആശയം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് വിശുദ്ധ മക്കയിലും മദീനയിലും ഒക്കെ അത് കേൾക്കാനും കാണാനൊക്കെ കഴിയും. അതേ സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള ഏതാനും മൗലവിമാർ സ്ത്രീകൾക്ക് പള്ളിയാണ് പുണ്യം എന്ന് വാദിക്കുന്നു, ആ വാദം നടപ്പിൽ വരുത്തുന്നു. അപ്പൊ ഈ തീർച്ചയായിട്ടും ജമാൽ കൊടുവള്ളിയുടെ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ചെറിയ സാങ്കേതിക പ്രശ്നം നേരിട്ടത് കൊണ്ടാണ്. എന്തായാലും സഖാഫി ഉസ്താദ് കുമ്മോളി ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് റൈസാൻ ചെയ്താൽ ഉപകാരമായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ STയുടെ സ്പെഷ്യൽ പ്രോഗ്രാമായ STയുടെ മറ്റൊരു മുഖവുമായി ഇൻഷാല്ല പ്രേക്ഷകർക്കിടയിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്ന STVയിൽ പുതിയൊരു ഭാവത്തിലും രൂപത്തിലുമുള്ള STയുടെ സ്പെഷ്യൽ പ്രോഗ്രാം നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അവരെ അതിന് പരിപൂർണമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. ജമാൽ കൊടുവള്ളിയെ പോലുള്ള വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സംസാരിക്കാനും ചർച്ചയിൽ പങ്കെടുക്കാനും താല്പര്യമുള്ള എല്ലാ സുഹൃത്തുക്കളെയും ആദരപൂർവ്വം STയുടെ അഡ്മിന്മാർ മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളിലോ അതിൽ പ്രതികരിക്കേണ്ടതോ ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇല്ലെങ്കിൽ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പറഞ്ഞതിന് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ചർച്ച നിയന്ത്രിക്കുന്നവർക്ക് ദയവായി PM-ലൂടെ നിങ്ങൾ അറിയിക്കുക, അതല്ലെങ്കിൽ പബ്ലിക് ടെക്സ്റ്റിലൂടെ നിങ്ങൾ അറിയിക്കുക. തീർച്ചയായും നിങ്ങളെ ചർച്ച നിയന്ത്രിക്കുന്നവർ കോൺടാക്ട് ചെയ്യുന്നവർക്ക് അതിനുശേഷം നിങ്ങൾ മൈക്കിലേക്ക് വിളിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ മൈക്കിൽ ഇടപെടണമെന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഈ ചർച്ച നിയന്ത്രിച്ച് ഇപ്പോൾ ചർച്ചയിൽ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കുമ്മോളി സഖാഫി ഉസ്താദിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട ചെറുപ്പ ബാക്കവി ഉസ്താദ്, അതോടൊപ്പം തന്നെ വാടാനപ്പള്ളി ഉസ്താദ് തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഉസ്താദുമാർ ഈ ചർച്ചയിൽ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവർ ദയവായി ചർച്ചയിൽ പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇൻഷാല്ലാ ജമാൽ കൊടുവള്ളിയുടെ സംശയങ്ങൾക്ക് മറുപടി ഉടനെ ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒരു അല്പസമയം എല്ലാ സുഹൃത്തുക്കളും ദയവായി കാത്തിരിക്കണമെന്നൊരു റിക്വസ്റ്റ് കൂടി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ വരും ദിവസങ്ങളിലും സുന്നി ഗ്ലോബൽ വോയിസിന്റെ സ്പെഷ്യൽ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ അഡ്മിന്മാരും പ്രവർത്തകരും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഓൺലൈൻ രംഗത്ത് തന്നെ സൈബർ ലോകത്ത് തന്നെ പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് സുന്നി ഗ്ലോബൽ വോയിസ്. എന്തായാലും ജമാൽ കൊടുവള്ളി താങ്കളുടെ ചോദ്യത്തിന് വളരെ ലളിതമായ രീതിയിൽ ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദ് സഖാഫി ഉസ്താദ് അവറുകളെ മറുപടി നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ചെറിയൊരു സാങ്കേതിക തടസ്സം നേരിട്ടത് കൊണ്ട് അതിൽ ചെറിയൊരു തടസ്സം നേരിട്ടതിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും ഉസ്താദിലേക്ക് തന്നെ മൈക്ക് കൈമാറുന്നു മറുപടിക്കായി. എന്റെ നെറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഞാനത് പൂർത്തിയാക്കിയോ എനിക്കറിയില്ല. അതിനു മുമ്പ് DC ആയതാണോ? ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം നേരത്തെ പറഞ്ഞത്. ജമാൽ കൊടുവള്ളി കേൾക്കുന്നുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു. അത് മുമ്പ് DC ആയല്ലേ? അപ്പൊ ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച ഏത് കാര്യമാണ് മുജാഹിദുകൾ ആദർശമായി, അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു എന്ന് മാത്രമല്ല, വിരോധിച്ചത് ലോകം മുഴുക്കെ അംഗീകരിക്കുന്ന ഒരു ആശയം. ലോകത്ത് ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. കേരളത്തിൽ ഏതാനും മൗലവിമാരൊഴിച്ച് ബാക്കി പുത്തൻവാദികളായിട്ടുള്ള ആളുകൾക്ക് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ന്യായമില്ലാത്ത ഒരു വിഷയത്തെ ആദർശമായി മുജാഹിദ് പ്രസ്ഥാനം കൊണ്ടുനടക്കുന്നു. അവർ ആ ആദർശത്തിന് വേണ്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ആ ആദർശത്തിന് വേണ്ടി അവർ സംവാദം നടത്തുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, സ്ത്രീകൾക്ക് പള്ളി പുണ്യമാണ് എന്ന അവരുടെ വാദം. അത് മാത്രം മതി ഒരാൾ മുബത്തദിയാകാൻ. വേറെ ഒരു വാദവും അവർക്കില്ലാന്ന് നമ്മൾ സങ്കല്പിക്കുക. അവർ എല്ലാ വിഷയത്തിലും സുന്നികളെ അനുകൂലിക്കുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുക. അവർക്ക് തവസ്സുൽ ശിർക്കാണ് വാദമില്ല, ഇസ്തിഗാസ ശിർക്കാണ് വാദമില്ല, അതേപോലെ തറാവീഹിന്റെ വിഷയത്തിൽ വാദമില്ല, ഒന്നും വാദമില്ല. ഒരു വാദം മാത്രമേ അവർക്കുള്ളൂ എന്ന് നമ്മൾ സങ്കല്പിക്കുക. സങ്കല്പത്തിന് വേണ്ടി പറയാൻ
എന്ത് സ്ത്രീകൾക്ക് പള്ളി പുണ്യമാണ് എന്ന ഒരു വാദം മാത്രമേ അവർക്കുള്ളൂവെങ്കിലും അവർ ഇസ്ലാമിന്റെ അടിത്തറ തന്നെ ഇളക്കിവരാൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നിരുത്സാഹപ്പെടുത്തിയ, അതുപോലെ ലോകത്തെമ്പാടുമുള്ള എല്ലാ പണ്ഡിതന്മാരും വളരെ വ്യക്തമായി ഇസ്ലാമിന്റെ ആദർശത്തിന് വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആ ഒരു വിഷയത്തെ ആദർശമായി മുജാഹിദ് പ്രസ്ഥാനം നടക്കുന്നു, തലയിലേറ്റി നടക്കുന്നു, അതിനുവേണ്ടി സംവാദം നടത്തുന്നു. ആ ആദർശത്തിന്റെ പ്രചാരകരായി അവർ മാറിയിട്ടുണ്ട്. അതോടൊപ്പം ആ ആദർശം അവർ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നു. ഇതാണ് ഒരു കാര്യം. ജമാൽ കൊടുവള്ളി ഒന്ന് പ്രതികരിച്ചോളൂ. ജമാൽ മൈക്ക് എടുത്തോളൂ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. തീർച്ചയായിട്ടും നല്ലൊരു വിശദീകരണമായിരുന്നു. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വിശദീകരണത്തിൽ ജമാൽ കൊടുവള്ളിക്ക് പ്രതികരിക്കാവുന്നതാണ്. നിങ്ങൾ നേരത്തെ പ്രതികരിച്ചതുപോലെ തന്നെ നേരത്തെ താങ്കളുടെ പ്രതികരണം അതുപോലെ തന്നെ താങ്കൾ ഈ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ താങ്കൾക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാം. ഇനി പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ചർച്ച നിയന്ത്രിക്കുന്നതിന് ഒരല്പസമയം ഇഷ്ക് മദീന ഈ ചർച്ച നിയന്ത്രിക്കുന്നതായിരിക്കും. അതുപോലെ ഇഷ്ക് മദീനയും ഈ ചർച്ച നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് മൈക്കിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജമാൽ കൊടുവള്ളി, താങ്കൾക്ക് മൈക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ പിന്നെ ഉസ്താദിന്റെ വാദവും ഉദാഹരണവും 100% മാച്ച് ചെയ്യുന്നില്ല, അല്പം ഡിസ്മാച്ച് ചെയ്യുന്നുണ്ട്. കാരണം താങ്കൾ നേരത്തെ പറഞ്ഞത് റസൂലുള്ള വിരോധിച്ച, ഞാൻ പറഞ്ഞ പദം നിങ്ങൾ ശരിക്കും ഓർക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റസൂലുള്ള അനുവദിച്ച ഒരുപാട് കാര്യങ്ങളെ വിധത്തിന്റെ ഗണത്തിൽപ്പെടുത്തുകയും റസൂലുള്ള വിരോധിച്ച ഒരുപാട് വിഷയങ്ങളെ ആചാരങ്ങൾ ആചരിക്കുകയും ചെയ്യുന്നവരാണ് മുജാഹിദുകൾ എന്നായിരുന്നു താങ്കൾ പറയുന്നത്. അതേപ്പറ്റിയാണ് ഞാൻ ചോദിച്ചത്. റസൂലുള്ള വിരോധിച്ച ഏതൊരു വിഷയം, അതിന് ഉദാഹരണം സ്ത്രീ പള്ളിപ്രവേശം ഒരിക്കലും ആവുകയില്ല. കാരണം റസൂലുള്ള സ്ത്രീ പള്ളിപ്രവേശം പാടെ വിരോധിച്ചു എന്ന വാദം സുന്നി ഉസ്താദുമാർക്ക് പോലുമില്ല. കുറച്ചു ദിവസം മുമ്പ് നമ്മുടെ പയ്യോളി ഉസ്താദുമായിട്ട് ഈ വിഷയം സംസാരിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ, റസൂലുള്ളാഹിന്റെ അവസാന കാലഘട്ടം വരെ പള്ളികളിൽ സ്ത്രീകൾ വന്നിട്ടുണ്ട് എന്നും റസൂലുള്ളാഹിന്റെ കൂടെ നമസ്കരിച്ചിട്ടുണ്ട് എന്ന് പോലും അദ്ദേഹം അംഗീകരിച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ ഇമാം ഉയർന്നതിന് ശേഷം മാത്രമേ, റുക്കൂയിൽ നിന്ന് സുജൂദിൽ നിന്നും ഉയർന്നതിന് ശേഷം മാത്രമേ സ്ത്രീകൾ ഉയരാൻ പാടുള്ളൂ, കാരണം അവരുടെ ഔറത്ത് വെളിവാക്കും എന്ന ഹദീസ് പോലും അദ്ദേഹം തെളിവായിട്ട് ധരിക്കുകയുണ്ടായി. അപ്പൊ അത് റസൂലുള്ള വിരോധിച്ചതല്ല. റസൂലുള്ള വിരോധിച്ചതിന് വല്ല തെളിവുണ്ടോ മുജാഹിദുകൾ ആചരിക്കുന്നതായിട്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു? ജമാല് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്ന കാര്യം, ജമാൽ വളരെ ഗൂഢമായി ഒരു വാചകം, അതിൽ ഞാൻ പറയാത്തൊരു വാചകം കൂട്ടിച്ചേർത്തിട്ടാണ് ജമാൽ സംസാരിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും അതിലേക്ക് ഞാൻ പോകുന്നില്ല. ജമാല് ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന വാചകങ്ങളടക്കം ശ്രദ്ധിക്കണം. സ്ത്രീകൾക്ക് പള്ളി പുണ്യമാണ് എന്ന ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ആദർശമായി കൊണ്ടു നടക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾ വീടാണ് പുണ്യം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. വീടാണ് പുണ്യം എന്ന് പഠിപ്പിക്കുമ്പോൾ അതിന് വിരുദ്ധമാണ് പള്ളി പുണ്യമാണ് എന്ന വാദം. അത് ജമാൽ എത്രത്തോളം അതിനെ സംബന്ധിച്ച് അറിയുമെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം കൽപ്പിച്ചാൽ അതിന്റെ എതിര് വിരോധിക്കലാണ്. വീടാണ് പുണ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചാൽ അതിന്റെ അർത്ഥം പുണ്യം കരുതിയിട്ട് പള്ളിയിലേക്ക് പോകരുത് എന്നാണ്. അത് അടിസ്ഥാനപരമായി ഉസൂല് എന്ന് പറയും നമ്മൾ. അത് പഠിച്ച ആർക്കും അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം വീട് പുണ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ പുണ്യം എന്നതിനെ വിരോധിക്കുകയാണ്. അപ്പൊ ആ പള്ളി പുണ്യം എന്ന് വിചാരിച്ചുകൊണ്ട് സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു, അങ്ങനെ ഒരു ആദർശം കൊണ്ടു നടക്കുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച കാര്യത്തെ ആദർശപരമായി അംഗീകരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിരോധിച്ചു എന്ന് മാത്രമല്ല, അത് പള്ളി വീടാണ് പുണ്യം എന്ന് പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ വീടാണ് പുണ്യം എന്ന ആദർശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു എന്നതിൽ ലോകത്ത് കേരളത്തിലുള്ള ഏതാനും മൗലവിമാരല്ലാത്ത ആർക്കും തർക്കമില്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് ആർക്കും തർക്കമില്ലാത്ത ഒരു വിഷയമാണത്. പുത്തൻവാദികളായ ആളുകൾക്ക് പോലും തർക്കമില്ല. ഇബ്നു തൈമിയ്യക്ക് തർക്കമില്ല, ഇബ്നു ബാസിന് തർക്കമില്ല, മൗദൂദിക്ക് തർക്കമില്ല, ആർക്കും തർക്കമില്ല ആ വിഷയത്തിൽ. സ്ത്രീകൾക്ക് പള്ളി പുണ്യമല്ല, അങ്ങനെ പുണ്യം കരുതി പള്ളിയിലേക്ക് അവർ പോകേണ്ടതില്ല എന്ന വിഷയത്തിൽ സുന്നികളുടെ ആദർശത്തെ 100% അംഗീകരിക്കുന്നവരാണ് ലോകത്തെമ്പാടുമുള്ള പുത്തൻവാദികളായിട്ടുള്ള പണ്ഡിതന്മാർ പോലും. പക്ഷെ കേരളത്തിൽ ഏതാനും മൗലവിമാർ സ്ത്രീകൾക്ക്
പള്ളിയാണ് പുണ്യം എന്ന ആദർശം പ്രചരിപ്പിക്കുകയും ആ രൂപത്തിൽ അവരെ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി വിരോധിച്ച എന്ന് പറഞ്ഞാൽ എങ്ങനെ വിരോധിച്ചു? അതിന്റെ എതിർ കൽപ്പിക്കൽ കൊണ്ട് വിരോധിച്ചു. വിരോധം രണ്ട് രൂപത്തിലുണ്ട്. അത് ജമാൽ കൊടുവള്ളിക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നു. ഒരു സംഗതി കൽപ്പിച്ചാൽ അതിന്റെ എതിർ വിരോധിക്കലാണ്. സത്യം പറയണം എന്ന് പറഞ്ഞാൽ കളവ് പറയുന്നതിന് വിരോധിക്കലാണ്. കളവ് പറയരുത് എന്ന് പറഞ്ഞാൽ സത്യം പറയണം എന്ന് കൽപ്പിക്കലാണ്. ഇതുപോലെ പള്ളി പുണ്യമല്ല, വീടാണ് പുണ്യം എന്ന് പറഞ്ഞാൽ പുണ്യം കരുതി പള്ളിയിലേക്ക് പോകരുത് എന്നാണ്. അതൊക്കെ വളരെ സിമ്പിൾ വിഷയമാണ്, ആർക്കും മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന ആ പരാമർശത്തിൽ പള്ളി പുണ്യമാണെന്ന് കരുതുന്നതിനെയും പള്ളി പുണ്യമാണെന്ന് കരുതി പള്ളിയിലേക്ക് പോകുന്നതിനെയും വിരോധിക്കൽ അതിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ച കാര്യത്തെ ആദർശപരമായി അംഗീകരിക്കുകയാണ് പുത്തൻവാദികൾ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ജമാലിന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ഒന്നുകൂടി മൈക്കെടുത്തോളൂ. ആ പയ്യോളി ഉസ്താദ് പറഞ്ഞ നമ്മളെ അത്തരം വിഷയങ്ങളിലേക്ക് യഥാർത്ഥ പയ്യോളി ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പയ്യോളി ഉസ്താദിന്റെ പേരിൽ ഇല്ലാത്തത് പറയുകയാണെന്നുള്ളത് ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നു. അതിലേക്ക് നമ്മൾ പോയാൽ നമ്മുടെ ചർച്ചയുടെ സുഗമമായ നടത്തിപ്പിന് മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സാണ്. വെറുതെ നമ്മുടെ ശ്രോതാക്കളുടെ സമയം നഷ്ടപ്പെടുത്താൻ നമ്മൾ അത്തരം നമ്മളെ സദസ്സിലില്ലാത്ത ഇവിടെ ഇല്ലാത്ത ഉസ്താദുമാരുടെ പേരിൽ അവർ പറയാത്തതും ആയ കാര്യങ്ങൾ പറയരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് അത് വേണമെങ്കിൽ പയ്യോളി ഉസ്താദിനെ തന്നെ കൊണ്ടുവന്ന് ജമാൽ കൊടുവള്ളിക്ക് നമ്മൾ അവസരം നൽകും എന്നുകൂടി അറിയിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഇല്ലാത്ത ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് അവരങ്ങനെ പറഞ്ഞു അവരിങ്ങനെ പറഞ്ഞു എന്നുള്ള ചർച്ചയിലേക്ക് ദയവ് ചെയ്ത് നമ്മുടെ ജമാൽ കൊടുവള്ളി പോകരുത്. അങ്ങനെ പോകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സമയം നൽകി പയ്യോളി ഉസ്താദിനെ തന്നെ ക്ലാസ് റൂമിൽ കൊണ്ടുവന്ന് സംസാരിക്കാനുള്ള അവസരം സൃഷ്ടിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. ജമാൽ കൊടുവള്ളി മൈക്ക് എടുത്തോളൂ. തീർച്ചയായിട്ടും കുമ്മോൾ ഉസ്താദ് ഇപ്പോ പറഞ്ഞത് തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എസ്ജിയുടെ ആദർശ ചർച്ചയല്ല, മറ്റൊരു പ്രോഗ്രാമാണ്, ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പ്രതികരിക്കാനുണ്ടെങ്കിൽ മാത്രമേ ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് ജമാൽ കൊടുവള്ളിക്കായാലും ആർക്കായാലും ഏത് ശ്രോതാക്കൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള ഇടപെടലുകളാണ് ഈ ചർച്ചയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അതിൽ നിങ്ങൾക്ക് ഇടപെടാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുമുള്ള അവസരം മാത്രമാണ് ഇവിടെ നൽകുന്നത്. ദയവായി ചർച്ചയിൽ ഇടപെടുന്നവരും എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ചർച്ചയ്ക്ക് ഈ പ്രോഗ്രാമിന് ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിന് തീർച്ചയായിട്ടും എസ്ജിയുടെ ഒരു അഡ്മിൻ ഇതിനൊരു അവതാരകനായിട്ടുണ്ടാവും. ആ അവതാരകൻ മൈക്ക് എടുത്തതിന് ശേഷം മാത്രം മറ്റുള്ളവർ മൈക്ക് എടുക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. ദയവായി ആരും തന്നെ അവതാരകന്റെ അനുമതിയില്ലാതെ അവരുടെ സമ്മതമില്ലാതെ മൈക്കിലേക്ക് വരരുതുമെന്ന് പ്രത്യേകം ഈ ചർച്ചയിൽ ഇടപെടുന്നവരോട് ഒന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം നമുക്ക് ഇത് ആദർശ ചർച്ചയല്ല, എസ്ജിയുടെ ആദർശ ചർച്ച അല്പസമയത്തിനകം ആരംഭിക്കുന്നതാണ്. ഇത് എസ്ജിയുടെ പുതിയൊരു പ്രോഗ്രാമാണ്. ഈ സ്പെഷ്യൽ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് ജമാൽ കൊടുവള്ളി ഉൾപ്പെടെയുള്ള എല്ലാ ശ്രോതാക്കളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ജമാൽ കൊടുവള്ളിക്ക് നേരത്തെ ബഹുമാനപ്പെട്ട സഖാഫി കുമ്മോൾ ഉസ്താദ് പറഞ്ഞ അഭിപ്രായത്തോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടെങ്കിൽ താങ്കൾക്ക് മൈക്കെടുക്കാവുന്നതാണ്. ഇവിടെ ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന അതൊരു ഹദീസിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതിന്റെ പൂർണ്ണമായ ഭാഗം പലരും പലപ്പോഴും പറയാറില്ല. അതിന്റെ ആദ്യ ഭാഗം പള്ളിയെ തൊട്ട് വളരെ സന്തോഷം ജമാൽ കൊടുവള്ളി, നിങ്ങളോട് വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളിപ്പോൾ ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളല്ല ഇപ്പോൾ ചർച്ച നടത്തുന്നത്. നിങ്ങൾക്ക് വേണ്ടി ബിദ്അത്തിന്റെ ഒരു വിഷയമാണ് ഉസ്താദ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന അത് ചർച്ച ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാഹ് വെൽക്കം ബാക്ക് അവർ ആദർശ ചർച്ച വരുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബിദ്അത്ത് സുന്നത്ത് എന്നുള്ള ആ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് മാത്രം ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുക. മറ്റ് നമ്മൾ ആ വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ചർച്ച മറ്റൊരു വഴിയിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് ജമാൽ കൊടുവള്ളി തൽക്കാലം നിങ്ങൾ അല്പസമയം ഇനി കാത്തിരിക്കുക. ഇഷ്ക് മദീന എന്ന ഐഡിയിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട അഡ്മിൻ ഇനി ഇതിന്റെ വിഷയങ്ങളുമായി കൈകാര്യം ചെയ്യുന്നു. ജമാൽ കൊടുവള്ളി വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, അല്പസമയം കൂടി നിങ്ങൾ കാത്തിരിക്കുക.
അതിനുശേഷം നിങ്ങൾക്ക് റൈസ് ഹാൻഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് മൈക്കിലേക്ക് വരരുത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അഡ്മിൻ ഇഷ്ക് മദീനയ്ക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട വാടാനപ്പള്ളി ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഉസ്താദ് ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട അഷ്റഫ് ചെറുപ്പ ബാക്കവി ഉസ്താദ് നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ, ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഉസ്താദ് ഒന്ന് റൈസ് ഹാൻഡ് ചെയ്താൽ സന്തോഷമായിരുന്നു. കുമ്മോളി ഉസ്താദ് സാങ്കേതിക തകരാറ് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്പ് ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യുന്നത് വളരെ സന്തോഷമായിരുന്നു. ഇഷ്ക് മദീനയ്ക്ക് വേണ്ടി മൈക്ക് കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ما شاء الله. സുന്നി ഗ്ലോബൽ വോയിസിന്റെ പുതിയ രീതിയിലുള്ള ഈ ഒരു ചർച്ച, ഈ ഒരു പഠനവേദി നമുക്ക് ഖൈറായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പടച്ച റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സുന്നത്തും ബിദ്അത്തിന്റെയും കുറിച്ചുള്ള ഈ ഒരു ചർച്ചയിൽ ബിദ്അത്തിന്റെ ഒരു വിഷയം, ബിദ്അത്ത് എന്നുള്ളതിന്റെ ആശയം, ആ ആശയം എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ ഉൾക്കൊള്ളേണ്ടത് എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് മുഖ്യമായിട്ടും നമ്മൾ ഈ വിഷയത്തിൽ എടുത്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയവും ഈ ആശയവും ഈ ബിദ്അത്തിന് ഇവിടെ കൊടുത്ത നിർവചനങ്ങൾ, അതിന് കൊടുക്കുന്ന ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് ഒരു ആഴത്തിലുള്ള ഒരു ചർച്ച, ആ ആഴത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് വേണമെങ്കിൽ ആദർശ ചർച്ചയുടെ സമയത്ത് തീർച്ചയായിട്ടും ആ വിഷയത്തിലോട്ട് നമുക്ക് വരാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളെ അടക്കം എല്ലാവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. പിന്നെ ഉസ്താദെ, ഞാൻ ചർച്ചയിലേക്ക് തന്നെ വരുന്നു. ബിദ്അത്ത് എന്നുള്ള ഒരു വിഷയത്തിൽ പലപ്പോഴും പല ബിദ്അത്തുകളും നമ്മൾ വളരെയധികം പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നേറുന്നു. അഥവാ ചില ഒരു ബിദ്അത്ത്, ഉദാഹരണത്തിന് SGD പോലുള്ള ഒരു പഠന ക്ലാസ്, ഈ ഒരു പഠന ക്ലാസ് ഒരു ബിദ്അത്താണ് എന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു ബിദ്അത്തിനെ നമ്മൾ പ്രോത്സാഹനം കൊടുക്കുന്നു. അതിനുള്ള കാരണം എന്താണ് എന്നുള്ള ഒന്ന് ഉസ്താദ് നേരിയ രൂപത്തിൽ ഒന്ന് പറഞ്ഞു തന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ചയിലോട്ട് തന്നെ മുന്നോട്ട് പോകാം. ഇൻഷാ അല്ലാഹ് കുമ്മളി ഉസ്താദിനെ ഞാൻ ആദരപൂർവ്വം മൈക്കിലോട്ട് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ അതിനിടയിൽ ചെറുങ്ങനെ ഒന്ന് DC ആയിരുന്നു, എന്നനുവദിച്ചില്ല. അത് മാറ്റിവെച്ചു. ഓക്കെ. ജലീൽ ഒന്ന് മൈക്കിലേക്ക് വന്നോളൂ. എന്താണ് ഞാൻ ആ വിശദീകരണം കേട്ടിട്ടില്ല. ജലീൽ മൈക്കെടുത്തോ? ആരാണ് മൈക്കെടുത്തത്? ഞാനൊന്ന് മാഷാ അല്ലാഹ്, ഉസ്താദ് മൈക്ക് വിട്ടതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഉസ്താദ്, ആ ഒരു ചർച്ച താൽക്കാലികമായിട്ട്, അഥവാ സ്ത്രീകൾക്ക് പള്ളിയാണോ ഉത്തമം അതോ വീടാണോ ഉത്തമം എന്നുള്ള ഒരു രീതിയിലേക്ക് ചർച്ച പോകുന്നത് കണ്ടപ്പോൾ താൽക്കാലികമായിട്ട് ആ ഒരു ചർച്ച ആദർശ ചർച്ചയുടെ ഭാഗത്തോട്ട് മാറ്റിവെച്ചേക്കാണ്, സ്ത്രീകൾക്ക് എവിടെയാണ് ഉത്തമം എന്നുള്ളതിലേക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആശയം, അഥവാ ബിദ്അത്ത് എന്നുള്ള ഈ ആശയത്തെ എങ്ങനെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും, ആ ആശയത്തെ നമ്മൾ എങ്ങനെ കാണുന്നു, ആ ആശയം നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം എന്ത് എന്നുള്ള ഒരു വിഷയത്തിലേക്ക് തന്നെ നമുക്ക് ചർച്ച വരേണ്ടത് അത്യാവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ചർച്ചയുടെ എല്ലാ ഭാഗവും തന്നെ റൂട്ട് മാറിപ്പോകും എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിലേക്ക് തന്നെ ശ്രോതാക്കളും നമ്മുടെ പ്രവർത്തകരും എല്ലാവരും വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഉസ്താദിന് ഞാൻ ചോദ്യം ഒന്നും കൂടെ കൈമാറുന്നു. ചില ബിദ്അത്തുകളെ നമ്മൾ കൂടുതൽ പ്രോത്സാഹനം നൽകുന്നു. ഉദാഹരണത്തിന് ഏറ്റവും ആളുകൾക്ക് മനസ്സിലാവാൻ, സുന്നി ഗ്ലോബൽ വോയിസ് അടക്കമുള്ള ക്ലാസ് റൂമിലെ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം വെക്കുന്നു. സുന്നി ഗ്ലോബൽ വോയിസ് പോലുള്ള ഇത്തരം ക്ലാസ് റൂമുകൾ ഒരു ബിദ്അത്താണ്. എന്നാലും ഈ ബിദ്അത്തുകളെ നമ്മൾ കൂടുതൽ പ്രോത്സാഹനം നൽകുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് എപ്രകാരമാണ് അനുവദിച്ചത്? കുമ്മളി ഉസ്താദ് അല്പസമയം മുമ്പ് പറഞ്ഞു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ച ചില കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരം ബിദ്അത്തുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ച മാർഗം ഏതാണ് എന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞു തരണം. ഞാൻ മൈക്ക് ബഹുമാനപ്പെട്ട കുമ്മളി ഉസ്താദിലേക്ക് കൈമാറുന്നു.
തീർച്ചയായും നല്ല ചോദ്യമാണ്. മാത്രമല്ല നേരത്തെ ജമാൽ കൊടുവള്ളിയുടെ അത് മാറ്റിവെക്കൽ തന്നെയാണ് നല്ലത്. സ്ത്രീ പള്ളി പ്രവേശം അല്ലെങ്കിൽ സ്ത്രീകളുടെ ജുമാ ജമാഅത്ത് പള്ളിയിൽ പോയി കൊണ്ടുള്ള പുണ്യമാണെന്ന് വിചാരിച്ചുകൊണ്ടുള്ള ജുമാ ജമാഅത്തിനെ കുറിച്ചുള്ള ചർച്ച അത് ഇൻഷാ അല്ലാഹ് അതേ ഹെഡിങ്ങിൽ തന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ നടക്കും ജമാൽ. ആ സമയത്ത് നമുക്ക് അതിനെ സംബന്ധിച്ച് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. അതിപ്പോ അടുത്ത ദിവസം തന്നെ അതേ ഹെഡിങ്ങിൽ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതേ ഹെഡിങ്ങിൽ ആ ചർച്ച ഇവിടെ നമ്മൾ സംഘടിപ്പിക്കും. അപ്പൊ ആ സമയത്ത് തീർച്ചയായും ജമാൽ വരണം, എല്ലാ ദിവസവും ജമാൽ വരണം. അതോടൊപ്പം ആ സമയത്ത് വന്നാൽ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കാം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പാർശ്വ വിഷയം എന്നുള്ള നിലക്ക് നിങ്ങൾ ചോദിച്ചു, ആ ചോദിച്ചതിന് അൽഹംദുലില്ലാഹ് മറുപടി നമ്മൾ പറയുകയും ചെയ്തു. അതെ, വേണമെങ്കിൽ അതെ ഈ പ്രോഗ്രാമിന് ശേഷം അത് ചർച്ചയാകാം. ഏതായിരുന്നാലും അത് പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മുടെ ഇഷ്ക് മദീന പുതിയ ഒരു വിഷയമാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു വിദ്യാർത്ഥികളെ? വിദ്യാർത്ഥികളെ അല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അതായത് പുത്തൻവാദികൾ പറയുന്ന വിദ്യാർത്ഥി, അനാചാരം എന്ന അർത്ഥത്തിലുള്ള വിദ്യാർത്ഥിനെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. മറിച്ച് സുന്നത്തിനെ തന്നെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് സുന്നത്താണ് എന്ന് പറഞ്ഞാൽ ഇതിന് ബിദ്അത്ത് എന്ന് പറയാം. നല്ല ബിദ്അത്താണ്. നല്ല ബിദ്അത്ത് എന്ന് പറയുന്നതും നമ്മൾ സുന്നത്ത് എന്ന് പറയുന്നതും അതൊക്കെ ഒന്ന് തന്നെയാണ്. അതായത് ഖുർആനിനോടോ ഹദീസിനോടോ ഇജ്മാഇനോടോ ഖിയാസിനോടോ യോജിച്ചുകൊണ്ടുള്ള ആചാരങ്ങൾ, അത്തരത്തിലുള്ള ആചാരങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ. നേരത്തെ ഞാൻ ഇബ്നു തൈമിയ്യയുടെ ഉദ്ധരണി ഞാൻ വായിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യട്ടെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ അത് വിഷയമല്ല. അവിടെ ചെയ്യലും ചെയ്യാതിരിക്കലുള്ള വിഷയം ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്നീ ഇസ്ലാമിക പ്രമാണങ്ങളോട് യോജിക്കുന്നുവോ എന്നതാണ് വിഷയം. അങ്ങനെ യോജിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് നമുക്ക് ആചാരം എന്ന നിലക്ക് അല്ലെങ്കിൽ സുന്നത്ത് എന്ന നിലക്ക് നമുക്കതിനെ പിന്തുടരാം. ഇപ്പൊ അതിന്റെ ഉദാഹരണമാണ് നമ്മുടെ ബൈലക്സ് ക്ലാസ് റൂം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ല എന്നല്ല, ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പോലും ഇല്ല. ഈ അരനൂറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ 1/4 നൂറ്റാണ്ട് മുമ്പ് ഇങ്ങനെ ഒരു സംവിധാനമില്ല. പക്ഷെ ഇതിനെ ഹദീസുകളിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യണം, ഇത് ഈ ഇത്തരം ക്ലാസ് റൂമുകൾ വേണം എന്നറിയിക്കുന്ന ഇസ്ലാമിക പ്രമാണങ്ങളുണ്ട്. ഇൽമിന്റെ വഴിയാണിത്. അതേപോലെ പഠിക്കാനുള്ള വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള മാർഗമാണ്. ഇത്തരം മാർഗങ്ങളെ, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത ഇത്തരം മാർഗങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മൻ സന്ന സുന്നത്തൻ ഫിൽ ഇസ്ലാമി ഫലഹു അജ്റുഹു വഅജ്റു ഫാഇലിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കേണ്ടതുണ്ട്, നമ്മൾ ചെയ്യേണ്ടതുണ്ട്, ചെയ്യുന്നുണ്ട്. അത് അടിസ്ഥാനപരമായി ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത വിഷയങ്ങളാണ്. അതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ അല്ലെങ്കിൽ അതിന് അവിടുന്ന് ഇങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ കൽപ്പിക്കാത്ത, നേരത്തെ വ്യക്തമായി നിർദ്ദേശിക്കാത്ത കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ സഹാബത്ത് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉദാഹരണം വേണേൽ പിന്നീട് നമുക്ക് പറയാം, അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള സഹാബി വര്യന്മാർ കൂടി വിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇല്ലാത്ത ഒരു ആചാരമാണ്. പക്ഷെ അതിന് സഹാബികൾ പറഞ്ഞ ന്യായം എന്താണെന്ന് ചോദിച്ചാൽ വല്ലാഹി ഇന്നഹു ലഖൈർ, ഇതുകൊണ്ട് ഉപകാരമുണ്ട്, ഇത് ഇസ്ലാം വിരോധിക്കാത്ത എന്നാൽ ധാരാളം ഉപകാരമുള്ള ഒരു സംവിധാനമാണ് ഖുർആന്റെ ക്രോഡീകരണം. ഇത് അന്ന് മുതൽ ഇങ്ങോട്ട് ധാരാളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇസ്ലാമിക ലോകത്ത് ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവുകയും ചെയ്യും, നാളെ ഉണ്ടാകും. ഇന്ന് വരെ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നാളെ ഉണ്ടാകും. അതേ വഫാത്തിന് ശേഷം സംഭവിച്ചാണ്. വഫാത്തിന് മുമ്പുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. വഫാത്തിന് മുമ്പുള്ളതും ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം, വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് സൗകര്യപൂർവ്വം അതിലേക്ക് കടക്കും. അങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇഷ്ക് മദീന മൈക്കിലേക്ക് വന്നോളൂ. വിഷയം ഇഷ്ക് മദീന ഉദ്ദേശിച്ച റൂട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കുന്നതിന് കുഴപ്പമില്ല. മൈക്ക് റിലീസ് ചെയ്യുന്നു. മാഷാ അല്ലാഹ്, അല്ലാഹു ഖൈറു പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റു ചോദ്യകർത്താക്കൾക്കും വിഷയവുമായിട്ട് സംബന്ധിക്കാൻ ഇടപെടാൻ താല്പര്യമുള്ള ഉസ്താദുമാർക്കും മൈക്കിലോട്ട് വരാവുന്നതാണ് എന്ന് ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഉസ്താദെ, അഥവാ ബിദ്അത്ത് എന്നുള്ള ഈ ഒരു റൂട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഈ ഒരു ആശയത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത കാര്യങ്ങൾ ഒക്കെ പിഴച്ച, അത് നമ്മൾ തള്ളപ്പെടേണ്ട ബിദ്അത്താണ് എന്ന് സമൂഹത്തിന് മുമ്പിലോട്ട് ആദ്യമായി വെച്ചുകൊടുത്തത് ഈ ഇങ്ങനത്തെ
രൂപത്തിലുള്ള ഒരു ചർച്ച സമൂഹത്തിലോട്ട് ആദ്യമായിട്ട് വെച്ചുകൊടുത്തത് ആരായിരിക്കും? അഥവാ നമ്മുടെ ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു വീക്ഷണം ആരായിരിക്കും ഈ ഒരു വീക്ഷണം ആദ്യമായിട്ട് സമൂഹത്തിലേക്ക് വെച്ചുകൊടുത്തത് എന്ന് ഉസ്താദ് ഒന്ന് ചെറിയ രൂപത്തിലൊന്ന് പറഞ്ഞു തന്നാലും. ഞാൻ ഉസ്താദ് ജമാൽ കൊടുവള്ളിക്ക് മൈക്ക് വേണമെങ്കിൽ ഇട്ട് ഓർക്കുന്നു. ഞാൻ മൈക്ക് റിലീസ്. ഇത്തരം വിദ്യാർത്ഥികൾ നടപ്പിലാക്കിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഖവാരിജികളാണ് പ്രാഥമികമായി ഇത്തരം വിദ്യാത്തിന്റെ ആശയങ്ങളുമായി ഈ സമൂഹത്തെ സമീപിച്ചിട്ടുള്ളത്. ഖവാരിജികൾ സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ആശയങ്ങൾ ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികൾക്ക് വിരുദ്ധമായി, അതായത് വിശുദ്ധ ഖുർആനിന് വിരുദ്ധമായി, ഖുർആൻ സഹാബികളുടെ വ്യാഖ്യാനം അനുസരിച്ച് വ്യാഖ്യാനിക്കണമല്ലോ, അതിന് വിരുദ്ധമായ ആദർശവുമായി ആദ്യമായി രംഗത്ത് വന്നിട്ടുള്ളത് ഖവാരിജികളാണ്. അതുപോലെ പിന്നീട് റാഫിലത്താണ്. ഈ റാഫിലിയാക്കൾ ഒരുപാട് വാദങ്ങൾ ഖുർആൻ ക്രോഡീകരിച്ചതിനെ പോലും ചോദ്യം ചെയ്ത ആളുകളുണ്ട്. ഖുർആൻ ക്രോഡീകരിച്ചത് ശരിയായില്ല, അത് ബിദ്അത്താണ്, അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ച പുത്തൻവാദ പ്രസ്ഥാനങ്ങൾ അന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നത് കുറ്റിയേറ്റുപോയി എന്നേ ഉള്ളൂ. അപ്പൊ റാഫിലുകൾ അതേപോലെ ഖവാരിജികളൊക്കെയാണ് ആദ്യമായി ഈ ബിദ്അത്തിന്റെ ആദർശങ്ങളുമായി ഈ സമൂഹത്തെ സമീപിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ സഹാബികളെ പ്രാമാണികരായി ഖുർആൻ ധാരാളം പറയുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും സഹാബത്തിനെയാണ് പ്രമാണമായി അല്ലാഹു തആല അവതരിപ്പിക്കുന്നത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അതേപോലെ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. അങ്ങനെ തുടങ്ങി സഹാബികൾ പ്രാമാണികരാണെന്ന് വിശദീകരിക്കുന്ന ധാരാളം ആയത്തുകൾ ഖുർആനിൽ എമ്പാടും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ആ സഹാബികളുടെ വ്യാഖ്യാനത്തിന് വിരുദ്ധമായി പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആദ്യമായി ബിദ്അത്തിന്റെ ആദർശങ്ങൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഖവാരിജികളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ റാഫിലുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ള ടീമുകളാണ് പ്രാഥമികമായി ഇത്തരത്തിലുള്ള ബിദ്അത്തിന്റെ ആദർശങ്ങൾ സുന്നി സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ആ കൂട്ടത്തിൽ അവർ തറാവീഹ് നിസ്കാരം ബിദ്അത്താണെന്ന് വാദിച്ചവരുണ്ട്. അതേപോലെ നമ്മുടെ ഖുർആൻ ക്രോഡീകരണം ബിദ്അത്താണെന്ന് വാദിച്ചവരുണ്ട്. അങ്ങനെയൊക്കെ വാദിച്ച ആളുകൾ മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ പുരോഗമിച്ച് അല്ലെങ്കിൽ അതിങ്ങനെ പരിഷ്കരിച്ച് ഇന്നിപ്പോ മൗലിദ് ബിദ്അത്താണ്. അതേപോലെ നമ്മുടെ എല്ലാ ആചാരങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ നിരവധി ആചാരങ്ങൾ അത് ബിദ്അത്താണ് എന്നിങ്ങനെ വാദിക്കാൻ മുജാഹിദുകൾ രംഗത്ത് വന്നു. ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് ഒരു ഈജിപ്ഷ്യൻ പണ്ഡിതന്റെ ഒരു സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞു സ്പൂണ് ബിദ്അത്താണെന്ന് വാദിച്ചത്രേ. ഒരു പണ്ഡിതൻ സ്പൂൺ ഉപയോഗിക്കൽ ബിദ്അത്താണ്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്പൂൺ ഉപയോഗിച്ചിട്ടില്ല എന്ന് വാദിച്ച ആളുകളുണ്ട്. അതേപോലെ പള്ളിയുടെ രണ്ടാം നില ഉണ്ടാകൽ ബിദ്അത്താണ് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് സമൂസ ബിദ്അത്താണ്, അങ്ങനെ പലതും ബിദ്അത്താണെന്ന വാദങ്ങൾ കാര്യഗൗരവത്തിൽ തന്നെ പലപ്പോഴും നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത്, അതിന് സഹാബികൾ എങ്ങനെ സുന്നത്ത് മനസ്സിലാക്കി, എങ്ങനെ ബിദ്അത്ത് മനസ്സിലാക്കി, അവിടെയും സഹാബത്തിന്റെ വ്യാഖ്യാനത്തെ അവഗണിച്ചു എന്നുള്ളതിനാണ് അവിടെയും പ്രശ്നം. സുന്നത്തിന്റെയും ബിദ്അത്തിന്റെയും വ്യാഖ്യാനങ്ങൾ അത് സഹാബികൾ എങ്ങനെ വ്യാഖ്യാനിച്ചു എന്നുള്ളത് അവഗണിച്ചതാണ് അവിടെയും പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അതാണ് സുന്നത്തിനും ബിദ്അത്തിനും സഹാബത്ത് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അവിടെ അത് അവഗണിക്കുമ്പോ ആ സുന്നത്തിന്റെയും ബിദ്അത്തിന്റെയും വിഷയത്തിൽ ബിദ്അത്തുകൾ ഉണ്ടാകുന്നു, സുന്നത്തുകൾ അവഗണിക്കപ്പെടുന്നു. അപ്പൊ സഹാബികളെ തള്ളുന്നു എന്നുള്ളതാണ് ആകെ പ്രശ്നം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഹംസ എളാട് എന്ന് പറയുന്ന അഷ്കർ മൈക്കെടുത്തോളൂ. അഷ്കർ ജലീൽ മൈക്കെടുത്തതിന് ശേഷം ഇൻഷാ അല്ലാഹ് അവർക്ക് മൈക്ക് കൈമാറാൻ ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ സുന്നി ഗ്ലോബൽ വോയിസിന്റെ പുതിയ സംരംഭമായ സ്പെഷ്യൽ പ്രോഗ്രാമില് രണ്ടാം ദിവസവും നല്ല രീതിയിൽ തന്നെ ശ്രോതാക്കളുടെ സഹകരണത്തോടു കൂടി നമ്മൾ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇന്നത്തെ ഈ ചർച്ചയുടെ സമയം നമുക്കിവിടെ അവസാനിക്കുകയാണ്. എന്തായാലും നല്ല രീതിയിൽ നമ്മുടെ ഈ ചർച്ചയിൽ
പങ്കെടുത്ത ബഹുമാനപ്പെട്ട ഇബ്രാഹിം സക്കാഫി കുമ്മോളി ഉസ്താദ് അവർക്കും അതോടൊപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള മറ്റ് ജമാൽ കൊടുവള്ളി തുടങ്ങിയിട്ടുള്ളവർക്കും എല്ലാവർക്കും, അതുപോലെ ഈ ചർച്ചയെ നിയന്ത്രിച്ച നമ്മുടെ ജലീൽ ചോക്കാട്, നമ്മുടെ അഡ്മിൻ ജലീൽ ചോക്കാട്, അതോടൊപ്പം തന്നെ നമ്മുടെ ഇഷ്ക് മദീന തുടങ്ങിയിട്ടുള്ള അഡ്മിന്മാർക്കും ഈ ചർച്ചയോട് സഹകരിച്ച നമ്മുടെ ക്ലാസ് റൂമിലെ എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ശ്രോതാക്കൾക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ് ഈ ചർച്ച സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ അവരിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത നമ്മുടെ ഈ ചർച്ചയിലേക്ക് ഇന്ന് സഹകരിച്ച ബഹുമാനപ്പെട്ട ഇബ്രാഹിം സക്കാഫി കുമ്മോളി ഉസ്താദ് അവർക്ക് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ നിർത്തുന്നു. ഇനി SGVയുടെ ആദർശ ചർച്ചയുടെ സമയമാണ്. ആദർശ ചർച്ചയിലേക്ക് പങ്കെടുക്കേണ്ടവർക്കും ആദർശ ചർച്ചയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും SGVയുടെ മൈക്കിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ സുന്നത്തും ബിദ്അത്തും എന്ന വിഷയത്തിൽ തന്നെ നമ്മുടെ ചർച്ച അവസാനിച്ചിട്ടില്ല, അതിന്റെ സംശയങ്ങൾ തീർന്നിട്ടില്ല. ഇനിയും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനു വേണ്ടിയിട്ടും കൂടുതൽ അറിയുന്നതിനു വേണ്ടിയിട്ടും സുന്നി ഗ്ലോബൽ വോയിസിന്റെ ഉസ്താദുമാരും പ്രവർത്തകരും എല്ലാവരും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി തയ്യാറായിട്ട് തന്നെ ഉണ്ട്. ഉടനെ ഇൻഷാ അല്ലാഹ് അടുത്ത വരും ദിവസങ്ങളിൽ ഈ പ്രോഗ്രാമിന്റെ മറ്റ് ഭാഗങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വരും ദിവസങ്ങളിൽ മറ്റു പുതിയ ഒരുപാട് ഷെഡ്യൂളുകളോട് കൂടിയിട്ട് പുതിയ രീതിയിലും പുതിയ ഭാവത്തിലും ഓൺലൈൻ രംഗത്ത് പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സുന്നി ഗ്ലോബൽ വോയിസ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു രീതിയിൽ തന്നെ മറ്റു പല ആളുകളെയും ഈ ചർച്ചയിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് തൽക്കാലത്തേക്ക് വിടവാങ്ങാം. അടുത്ത SGVയുടെ ആദർശ ചർച്ചയിലേക്ക് വേണ്ടിയിട്ട് മൈക്ക് കൈമാറുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട കേൾവിക്കാർ ഉസ്താദ് നമ്മുടെ ചർച്ചയിലേക്ക് വന്നിട്ടുണ്ട്. ആദർശ ചർച്ചയുടെ സമയമാണ്. ഏതായാലും ഇന്ന് നടന്ന നമ്മുടെ ഈ നമ്മുടെ ഈ സ്പെഷ്യൽ പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദ് വളരെ സ്പഷ്ടമായ രീതിയിലുള്ള ഒരു വിഷയങ്ങൾ എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു അവതരണവും നമുക്ക് നൽകുകയുണ്ടായി. ഒരു ഒറ്റ സെക്കൻഡ്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ വളരെ ഭംഗിയായിക്കൊണ്ട് തന്നെ നമുക്ക് ചർച്ചകൾ നടത്താവുന്നതാണ്. ഇനി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജമാൽ കൊടുവള്ളി, നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ഇവിടെ ആവശ്യപ്പെട്ട ആ ചർച്ച നമുക്കിവിടെ തുടരാവുന്നതാണ്. ഇനി ഇൻഷാ അല്ലാഹ് ആദർശ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ഒരു ബ്രേക്ക് എടുക്കേണ്ട സമയമുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള പ്രേക്ഷകർക്ക് ഈ പ്രോഗ്രാമിനെ പറ്റി നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാനുള്ള ഒരു സമയം ഇവിടെ അനുവദിക്കുകയാണ്. വളരെ പരിമിതമായ സമയമാണ്. ആ സമയത്ത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും, ഇതിൽ ഒരാൾ മാറ്റമില്ല, ഇത് ചർച്ചയല്ല, ആദർശ ചർച്ചയല്ല, ഒന്നും അല്ല, ഒരു ചെറിയൊരു ബ്രേക്കാണ്. ആ ഈ ബ്രേക്കില് ജമാൽ കൊടുവള്ളി അടക്കമുള്ള എല്ലാവർക്കും ഒരാളെ വ്യത്യാസമില്ല, ഏതൊരാൾക്കും ഈ ചർച്ചയോടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ സ്പെഷ്യൽ പ്രോഗ്രാമിനോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. അതിനുവേണ്ടി ചെറിയ ഒരു ഇടവേള വെച്ച് ഇൻഷാ അല്ലാഹ് അതിനുശേഷം നമുക്ക് ആദർശ ചർച്ച തുടങ്ങാം. ഞാൻ മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. എൻ്റെ ശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? അൽഹംദുലില്ലാഹ്. ഏതായാലും ആദ്യമായിട്ട് നമ്മുടെ ഇന്ന് ഈ സ്പെഷ്യൽ പ്രോഗ്രാം കൈകാര്യം ചെയ്ത ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദ്, അതുപോലെ നമ്മുടെ ജലീൽ ചോക്കാട് ഉസ്താദ്, അതുപോലെ ഇഷ്കു മദീന, അതുപോലെ അസ്കർ കാരാത്തോട്, അതുപോലെ അതിലിടപെട്ട് സംസാരിച്ച ജമാൽ കൊടുവള്ളി, എല്ലാവർക്കും നന്ദി അറിയിക്കുകയും സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അല്ലാഹു തആല നമുക്കും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന
റേഡിയോ ശ്രോതാക്കളടക്കമുള്ള എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്യാണ്. ഇനി ഈ പ്രോഗ്രാമിനെ കുറിച്ച് ചുരുങ്ങിയ വാക്കിൽ നിങ്ങൾക്കൊക്കെ പ്രതികരിക്കാനുള്ള അവസരമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്കെടുത്തത്. ഇന്നലെ ഇതുപോലെ ഇടപെട്ട് സംസാരിച്ച ഒരു വ്യക്തി, മിനിഞ്ഞാന്നും ഇന്നലെയും ഇടപെട്ട് ഒരു വ്യക്തി വളരെ സമയം വൈകി, ഉമ്മൾ ഉസ്താദും അതുപോലെ തന്നെ കോട്ടൂർ ഉസ്താദൊക്കെ റൂമിൽ നിന്ന് പോയതിനു ശേഷം അദ്ദേഹം വന്നിരുന്നു. എന്തായിരുന്നു ആളെ പേര്? ഒരു അബു ആയിരുന്നു. എന്താ അബു ആയിരുന്നു? എല്ലാവർക്കും ഓർമ്മണ്ട? അതന്നെ, അബു സാഫു. അദ്ദേഹം ഇന്ന് കിതാബും ഒക്കെ കൊണ്ടിട്ട് ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നത് ഇന്ത്യൻ സമയം ഒരു 10:30 ആയിരുന്നു. അദ്ദേഹം എത്തും നമുക്ക് പ്രതീക്ഷിക്കാം. സമയം അല്പം അദ്ദേഹം പറഞ്ഞതിനും ഒരല്പം വൈകിട്ടുണ്ടെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷിക്കുക. അഥവാ അദ്ദേഹത്തെ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് മൈക്കിൽ വരാൻ വേണ്ടി പറയാൻ ഉദ്ദേശിച്ചാണ് ഞാൻ മൈക്കെടുത്തത്. അത് എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിക്കുക. അദ്ദേഹം എത്തും. അദ്ദേഹം ഇന്നലെ പറഞ്ഞിരുന്നത് ഹദീസിന്റെ സനദൊന്നും വായിക്കാനപ്പം അദ്ദേഹത്തിന്റെ കയ്യിൽ കിതാബൊന്നുമില്ല. പിന്നെ ബാപ്പുട്ടി ദാരിമ്യം അതുപോലെ തന്നെ കോട്ടൂരും മറ്റുള്ളവരൊക്കെ ഉള്ളപ്പം എന്ത് ചെയ്യുക, നാളെ ഞാൻ 10:30 ഇന്ത്യൻ സമയം, അതെ ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ 11 മണി കഴിഞ്ഞു, ഇന്ത്യൻ സമയം 10:30 എന്ത് ചെയ്യും, ഞാൻ കിതാബുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മുടെ പയ്യോളി ഉസ്താദുമായിട്ട് സംസാരിച്ച സമയത്ത്. അപ്പൊ അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിന് മൈക്കിലേക്ക് വരാവുന്നതാണ്. അദ്ദേഹം പിന്നെ റൈസ് ഹാൻഡ് ചെയ്ത് മേലെ വരണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ ആ കൂട്ടത്തിൽ നേരത്തെ കുമ്മോളി സാബ് പറഞ്ഞു സ്പൂൺ ഉപയോഗിക്കുന്നത് വിദഗ്ധാണ് എന്ന് വാദിച്ചിരുന്നു, പറഞ്ഞിരുന്നു എന്നുള്ളത്. അതുപോലെ പലതും ഇപ്പൊ നമ്മളുടെ വഹാബികളുടെ പൂർവികരായ ആളുകൾ, ഇപ്പത്തെ നമ്മുടെ ഈ മുജാഹിദ് എന്ന് പറയുന്ന വഹാബികൾ, സലഫികളൊന്നും പറയാവര്, അവര് അറബ് ലോകത്ത് കഹ്വ കുടിക്കൽ ഹറാമാണ് എന്ന വാദക്കാരായിരുന്നു. എന്ത് കഹ്വ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ എല്ലാവർക്കും അറിയാലോ. ഇത് ഞാൻ വെറുതെ പറയല്ല. ഇനിയിപ്പോ അതും നോണയാണ്. എവിടെ തെളിവെന്ന് ചോദിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അപ്പം തെളിവ് തരാട്ടോ, വെറുതെ അല്ല. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ അതന്നെ ഗാവടിക്കൽ ഹറാമാണ് എന്ന് അവർക്ക് വാദമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ അറബികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. കഹ്വ, അതാണ് ഗാവ എന്ന് പറയുന്നത്. കാഫിനെ ഗ ആയിട്ട് ഉച്ചരിക്കുന്നതാണ്, കഹ്വയാണ്. കോഫി എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്. നമ്മളത് കാപ്പി എന്ന് പറയും മലയാളത്തിൽ. പിന്നെ എന്താണെങ്കിലും കാപ്പി കുടിക്കൽ ഹറാമായിരുന്നു ആർക്ക്? ഈ മുജാഹിദിന്റെ പൂർവികർക്ക്. മലയാളി ഗാവ, അതല്ല മലയാളത്തിലേക്ക് വന്നിട്ടുള്ള, മലയാളത്തിൽ ഗാവ എന്ന് പറയാറുണ്ട്. അത് വാസ്തവത്തിൽ ഒരു സ്പെഷ്യൽ പിന്നെ കാപ്പിപ്പൊടിയും പിന്നെ മല്ലിയും അതുപോലെ തന്നെ ഈ ചങ്ങന പുല്ലെന്ന് പറയുന്ന ആ പുല്ലൊക്കെ ചേർത്ത് തിളപ്പിച്ചുണ്ടാക്കുന്ന ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് കാച്ചുന്ന ഒരെണ്ണ കുറേശ്ശെ നമ്മളെ അറബികൾ ഗാവ കുടിക്കണ മാതിരി കുറേശ്ശെ കുടിക്കുന്ന ഒരു പാനീയമാണ്. പിന്നെ ഇവിടെ തുർക്കിയുണ്ട്, അറബി കോഫി എന്നും പറയും, തുർക്കി വേറുണ്ട്. അപ്പൊ ഏതാണെങ്കിലും അങ്ങനെ കാപ്പി കുടിക്കല് അത് ഹറാമാണെന്ന് അവർക്ക് വാദമുണ്ടായിരുന്നു. അത് വിധേയത്താണ്, പാടില്ല എന്നുള്ള. അതുപോലെ പലതും അവർക്ക് വാദമുണ്ടായിരുന്നു. പിന്നെ ഓരോന്നോരോന്നായിട്ട് അവർ ഉപേക്ഷിച്ചതാണ് എന്ന് അക്കൂട്ടത്തിൽ ഒന്ന് ചേർത്ത് പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ ആ കക്ഷി അദ്ദേഹം എത്തിയാൽ അദ്ദേഹത്തിന് നമ്മൾ മൈക്ക് അനുവദിക്കണം. പ്രത്യേകിച്ചും അദ്ദേഹം ഇന്നലെ സംസാരിച്ച് പിന്നെ കിതാബൊക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞതാണ്. അപ്പൊ തീർച്ചയായും അദ്ദേഹം വന്നാൽ അത് ശ്രദ്ധിക്കണമെന്ന് പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, കുമ്മളി ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാരുടെയും അഡ്മിന്മാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇപ്പോ ഇവിടെ നടന്ന പരിപാടിയെക്കുറിച്ചുള്ള ചെറിയ വാക്കുകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം എല്ലാവർക്കും എന്ത് ചെയ്യുക, മൈക്കിൽ വരാവുന്നതാണ്. ഞാൻ മൈക്ക് വിട്ടു. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഇത് സംബന്ധമായൊക്കെയുള്ള ചർച്ചകൾ, സാധാരണ പോലുള്ള ചർച്ചകൾ തുടർന്നു പോകുന്നതാണ് എന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം. വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 2 ദിവസമായി ഇവിടെ STVയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സുന്നത്തും ബിദ്അത്തും എന്ന ചർച്ച, ഈ ഒരു ചർച്ചയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയുള്ള ഒരു അവസരം കിട്ടിയതുകൊണ്ട് കൂടുതൽ സമയം പറയുന്നില്ല. പക്ഷെ നമുക്ക് ഇവിടെ ഒരു വിശിഷ്ടാതിഥി, ഉസ്താദ് പറഞ്ഞമാർക്ക് വിശിഷ്ടാതിഥി വരാനുണ്ട്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നമുക്കത് ആ ചർച്ചയിലേക്ക് പോകേണ്ടതുണ്ട്. എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ ബിദ്അത്ത് എന്ന വിഷയത്തെ കുറിച്ച് 2 ആഴ്ച മുമ്പ് ഞാൻ സത്യത്തിൽ ഇങ്ങനെ വിചാരിച്ചിരുന്നായിരുന്നു ചോദിക്കണം, പല സംശയങ്ങളുണ്ടായിരുന്നു ചോദിക്കണമെന്ന്. ആ സംശയങ്ങളൊക്കെ ഇപ്പൊ ചോദിക്കാതെ തന്നെ 2 ദിവസം മൈക്കിലിരുന്നു കൊണ്ട് ഡെസ്കിലിരുന്നു കൊണ്ട് മനസ്സിലായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ ചർച്ച ഇവിടെ ഇങ്ങനെ പ്രോഗ്രാം സംഘടിപ്പിച്ച STVക്കും അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർക്കും അതിന്റെ അഡ്മിന്മാർക്കും എല്ലാവർക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് അസ്കർ കാലത്തോട് ഇപ്പൊ ഇതിൽ പങ്കെടുത്ത ഇസ്ക് മദീന, അതുപോലെ തന്നെ ജലീൽ ചോക്കാട് ഉസ്താദ്, ഉമ്മോൾ ഉസ്താദ്, കേൾക്കാർ ഉസ്താദ്, അതുപോലെ തന്നെ കൂട്ടർ ഉസ്താദ് എന്നിവർക്ക് അൽഹംദുലില്ലാഹ്. പിന്നെ ഞാൻ ഈ വിഷയത്തിന്റെ നമുക്ക് മനസ്സിലായ കാര്യങ്ങളെ കുറിച്ചിട്ട് 2 വാക്കിൽ പറയാണ്. ഇപ്പൊ നമുക്ക് ബിദ്അത്തിനെ കുറിച്ച്, സുന്നത്തും ബിദ്അത്തല്ല, ബിദ്അത്താണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ ബിദ്അത്തിനെ സാധാരണഗതിയിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായത്, ഇപ്പൊ ഇത്രയും നടന്ന ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ചിലപ്പോൾ പ്രേക്ഷകർക്കും മനസ്സിലായത്, ബിദ്അത്ത് ഈസ് ഡിവൈഡഡ് ബൈ 2. സാധാരണഗതിയിൽ കോമൺ ആയിട്ട് പറയുമ്പോൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. സാധാരണ ബിദ്അത്തിനെ 2, 3, 4 ഒക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാലും സാധാരണ പറയുന്നത് ബിദ്അത്ത് പറഞ്ഞാൽ ബിദ്അത്ത് ഹസന, ബിദ്അത്ത് സയ്യ, അതായത് നല്ല ബിദ്അത്തും തെറ്റായ ബിദ്അത്തും. ഇപ്പൊ ഇവിടെ തെറ്റായ ബിദ്അത്തിനെ കുറിച്ചല്ല നമ്മൾ വന്നിരിക്കുന്ന കൂടുതലും. നമ്മളിപ്പോ നല്ല ബിദ്അത്ത്, അതായത് ബിദ്അത്ത് ഹസന. അപ്പൊ നല്ല ബിദ്അത്ത് എന്ന് പറയുമ്പോൾ, ഈ ബിദ്അത്ത് ഹസന എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യത്തിനെ കുറിച്ച് ചുരുക്കി പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പറഞ്ഞതിനെതിരെയോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കോ പ്രവർത്തിക്കോ മൗനാനുവാദത്തിനോ എതിരായിട്ടോ ഇല്ലാത്ത ഏതൊരു പുതിയ വന്ന സംഭവങ്ങൾക്കും അതിന് ബിദ്അത്ത്, നല്ല ബിദ്അത്ത് എന്ന് പറയുന്നു. അല്ലാതെ വന്നിരിക്കുന്ന, അതിന് ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ബിദ്അത്ത് സയ്യ എന്ന് പറയുന്നു. അപ്പൊ നമ്മളിപ്പോ സാധാരണ ഇതിൽ ബിദ്അത്ത് ഹസന എന്ന് പറയുന്നത്, ഇപ്പോ തറാവി കൊണ്ടുവന്നത് ജമാഅത്തായ അടിസ്ഥാനത്തിൽ ഉമർ ഖത്താബിന്റെ സമയത്ത് വന്ന തറാവി, അല്ലെങ്കിൽ മുസാബിനെ ക്രോഡീകരിച്ചതൊക്കെ പഴയ കാലത്തിലെല്ലാം നമ്മൾ പറയുന്ന പുതിയ ബിദ്അത്ത് എന്ന് പറയുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഇപ്പൊ നേരത്തെ ഉസ്താദ്മാർ പറഞ്ഞ മാതിരി നമ്മളിപ്പോ STVയിൽ കൂടെ ദഅവാ പ്രവർത്തനം നടത്തുന്നു, അല്ലെങ്കിൽ പുതിയ പ്രവർത്തനങ്ങൾ നമ്മൾ പല മേഖലയിൽ കൊണ്ടുവരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ ഈ മുമ്പുള്ള കാര്യങ്ങൾക്ക് എതിരല്ല. അപ്പൊ അത് പുതിയതായി കൊണ്ടുവന്നതാണ്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ബിദ്അത്ത്, നല്ല ബിദ്അത്ത് എന്ന് പറയുന്നു. ബിദ്അത്ത് മറ്റേ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾക്ക് നമ്മൾ എതിരായിട്ട് വരുന്നില്ല. ചില കാര്യങ്ങൾ ഇസ്ലാമിന്റെ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് എതിരായി വരുന്നു, അതിനെ ബിദ്അത്ത്, നല്ല ബിദ്അത്ത് അല്ല എന്ന് പറയുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് പറയുന്നത് തന്നെ, ഞാനിപ്പോ ചോദിക്കാൻ വരാൻ പോകുന്ന കാര്യത്തിലേക്ക് കടക്കാം, അതാണ് നല്ലത്. കാരണം ഇപ്പൊ അടുത്ത് വരാൻ പോകുന്ന സംഭവങ്ങൾ റബീഉൽ അവ്വൽ വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഓണാഘോഷമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ അങ്ങോട്ട് പോകുന്നിടത്തോളം കേൾക്കുന്ന ഒരു വാക്കാണ് ബിദ്അത്താണെന്ന്. ഇപ്പൊ അടുത്ത് വരാൻ പോകുന്ന ഇപ്പൊ ഓണാഘോഷമാണ്. ഇപ്പൊ നമ്മളിപ്പോ അറിയാൻ കഴിഞ്ഞു, കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞു, ഈ അറിയാൻ കഴിഞ്ഞു, പല ഓണാഘോഷ പരിപാടികൾക്കും പല സംഘടനകളും, മുസ്ലിം നാമധാരികളായ പല സംഘടനകളും ഓണാഘോഷം സംഘടിപ്പിക്കുകയും അത്തപ്പൂക്കള മത്സരം നടത്തുകയും ആ ഓണ പരിപാടികൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതൊക്കെ ഇവരെ അടിസ്ഥാനത്തിൽ, ഈ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ ഏത് തരം ബിദ്അത്തിൽ പെടും എന്നുള്ളതാണ്. പക്ഷെ അതാണ് എന്റെ ചോദ്യം. പക്ഷെ ഞാൻ ഇപ്പൊ ചോദിക്കുന്നില്ല, കാരണം നാളെ ചർച്ച ഉണ്ടെങ്കിൽ ആ ചർച്ചയിലേക്ക് വരികയാണ് നല്ലത്. അപ്പൊ ആ ചർച്ചയിൽ കൂടെ പങ്കെടുത്തുകൊണ്ട് ചോദിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത് അത്തരം വിഷയങ്ങൾ. പക്ഷെ അതിപ്പോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഏതായാലും വേറെ ആളും കൈപൊക്കി ആറങ്ങാടി ഉസ്താദ് വന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാതെ ഇത്ര 2 തരം ബിദ്അത്ത് ഉണ്ടെന്നാണ്. അപ്പോ നല്ല ബിദ്അത്തും അല്ലാത്ത ബിദ്അത്തും. അപ്പൊ അല്ലാത്ത ബിദ്അത്തിൽപ്പെട്ട കാര്യങ്ങൾക്കാണ് ഇപ്പൊ ഈ വരുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ കൊല്ലം ഉണ്ടായത്, ഈ കൊല്ലം ഉണ്ടായതുമായ ഓണാഘോഷ സംബന്ധമായ പരിപാടികൾ ഇവർക്ക്. ഇപ്പൊ അവര് അത്തരത്തിലുള്ള കാര്യങ്ങൾ പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് പുതിയതായി കൊണ്ടുവരുമ്പോൾ അത് ബിദ്അത്ത്, ഏതുതരം ബിദ്അത്തിലാണ് അവർ ഉൾപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ നമ്മള് നബിദിനാഘോഷം നടത്തുമ്പോൾ അവർ പഴയകാലം മുതൽ പറഞ്ഞു വരുന്നു അത് ഖുറാഫികൾ നടത്തുന്ന ബിദ്അത്താണ്. അപ്പൊ നമ്മള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മദ്ഹ് പറഞ്ഞുകൊണ്ട് ആ ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ നല്ല ആ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ബിദ്അത്തായിട്ടും, അവർ നടത്തുന്ന ഇത്തരത്തിലുള്ള ഫെസ്റ്റിവലും ഫെസ്റ്റും എല്ലാം ഏതുതരം ബിദ്അത്തിലാണ് അവർ ഉൾപ്പെടുത്തുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള ചർച്ച കൂടി ഇതിലേക്ക് വരണം. പക്ഷെ അത്തരത്തിൽ ചർച്ച വന്നിട്ടില്ല. അത് ഇൻഷാ അല്ലാഹ് നാളെ വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആ ചർച്ചയിലേക്ക് പങ്കെടുത്തു വരാം.
ഇനി ഞാൻ നിർത്താൻ പോകുകയാണ്. കാരണം ഇതിൽ പങ്കെടുത്തുകൊണ്ട് കുറച്ച് സമയമുള്ളൂ നമുക്കിപ്പോ ഉള്ളത്. അതിലിപ്പോ ജാറങ്കണ്ടി ജമാൽ കൊടുവള്ളി വന്നിരിക്കുന്നത്. ജമാൽ കൊടുവള്ളിക്ക് ഈ വിഷയത്തിലേക്ക് പോകാനാണെങ്കിൽ ഇനിയിപ്പോ ആ ചർച്ച വരുന്നില്ല. കാരണം ഇത് പ്രേക്ഷകർക്ക് നമ്മളെ പോലെ ആളുകൾക്ക് ഇതിന് അഭിപ്രായം പറയാനുള്ള സമയമാണ്. ജാറങ്കണ്ടിക്ക് മൈക്കരം കൈമാറുകയാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.